ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രതികളായ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ, എ പത്മകുമാർ, മുരാരി ബാബു എന്നിവരുടെ ജാമ്യാപേക്ഷകളിൽ ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും. ദ്വാരപാലക പാളി കേസിലും പത്മകുമാർ കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ എതിർത്ത് SIT റിപ്പോർട്ട് നൽകും. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രതികളായ ഗോവർദ്ധൻ, എ പത്മകുമാർ, മുരാരി ബാബു തുടങ്ങിയവരുടെ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി ഒരുമിച്ചാണ് വാദം കേൾക്കുക. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് SIT ഇന്ന് റിപ്പോർട്ട് നൽകും. ദ്വാരപാലക പാളി കേസിൽ വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെ പത്മകുമാർ രണ്ടാമതും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വേലി തന്നെ വിളവ് തിന്നുന്നുവെന്നും പത്മകുമാർ ഗൂഢാലോചന നടത്തിയെന്നുമായിരുന്നു വിജിലൻസ് കോടതിയുടെ നിരീക്ഷണം. സ്വർണ്ണക്കവർച്ച കേസിൽ പങ്കില്ലെന്നാണ് ഗോവർദ്ധന്റെ വാദം. SIT ഭീഷണിപ്പെടുത്തിയാണ് സ്വർണം പിടിച്ചെടുത്തത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ക്രമക്കേട് നടത്തിയത്. സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡ് നിയമവിരുദ്ധമായ അനുമതി നൽകിയെന്നുമാണ് ഗോവർദ്ധന്റെ വാദം. ദേവസ്വം ബോർഡ് കൂട്ടുത്തരവാദിത്തോടെയാണ് തീരുമാനങ്ങൾ എടുത്തതെന്നാണ് പത്മകുമാറിന്റെ വാദം. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും നടത്തിയത് വൻ ഗൂഢാലോചനയാണ്. ശ്രീകോവിലിലെ മറ്റു സ്വർണ്ണപ്പാളികളും കവർ ചെയ്യാൻ ആസൂത്രണമുണ്ടായി. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയുടെ പരമ്പരയെന്നും SIT ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പത്മകുമാർ ദേവസ്വം മിൻസിൽ മനഃപൂർവ്വം തിരുത്തൽ വരുത്തിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. ജനം, കൊച്ചി.